ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുക്മിസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രെഡും ബീഫ് സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ്, അതായത് സ്റ്റൂവിന് നമ്മൾ ചിക്കൻ സ്റ്റൂ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ക്യാരറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി വാഷ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുക്കുവാണ്. രണ്ടുപേരും കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം ബാക്കി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. പൊതുവേ എനിക്ക് സ്റ്റൂവിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നോക്കണമല്ലോ എന്ന് ഉള്ളത് കൊണ്ട് ഞാനിത് ട്രൈ ചെയ്തതാണ്. സ്റ്റൂവിന് ഇച്ചിരി നമുക്ക് ബീഫും ചിക്കനൊക്കെ ആണെങ്കിലും കുറച്ച് എരിവും ഒക്കെ വേണമല്ലോ. കുരുമുളക് പൊടിയൊക്കെ കൂടുതലിട്ട് കുറച്ച് സ്പൈസി ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇത് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഈ റെസിപ്പി. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാനായിരിക്കും ഇത് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ചെയ്ത് നോക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. രണ്ടുപേരും കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും അടുത്തടുത്തിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. ഇവരെന്തോ ഒച്ചയില്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് ടെൻഷനല്ലേ, എന്തെടുക്കുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ 5 മിനിറ്റ് ഇടവിട്ട് പോയി നോക്കുവേ. കുക്കിങ്ങിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ചിലപ്പോൾ അതിൽ കോൺസെൻട്രേഷനും പോവും. അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ സമാധാനമായിട്ടിരുന്ന കമ്പ്യൂട്ടർ കണ്ടിരിപ്പുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഇവിടെ ഇരുന്നിപ്പം കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് ട്രൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. എനിക്ക് വലിയ ടൈമൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നമ്മൾ സൺഡേ ഈവനിങ് ഒക്കെയാണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് മിക്കവാറും നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന ദിവസമാണല്ലോ സൺഡേ. അങ്ങനെയാണെങ്കിൽ എന്നാൽ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് നോക്കിയത്. രാവിലെ ഇറച്ചി വാങ്ങിച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബീഫ് വേകുന്ന ഒരു ടൈം സേവ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ വെജിറ്റബിൾസ് അരിയുന്ന താമസവും തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന താമസമേ കൊണ്ടുവന്നുള്ളൂ. തേങ്ങാപ്പാൽ പിഴിയുന്ന കാര്യം കുറച്ച് മടുപ്പുള്ള കാര്യമാണെങ്കിലും ഇത് ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് കുറച്ച് പിഴിഞ്ഞാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് ചെയ്തത്. ഒത്തിരി ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒത്തിരി എടുക്കണമല്ലോ. പിന്നെ ഇത് പിള്ളേർക്ക് മാത്രം മതി. പിന്നെ ഇത് ഇരിക്കത്തുമില്ലല്ലോ ഈ കറി. ഒത്തിരി പിറ്റേ ദിവസത്തിനാണെങ്കിലും ഒന്നും നമുക്ക് ഇരിക്കത്തില്ല. അപ്പോഴത്തേന് കൂട്ടാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ചെയ്തുള്ളൂ കേട്ടോ. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് പെട്ടെന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ശകലം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവോള ഇട്ടു, പച്ചമുളക് ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ബാക്കി വെജിറ്റബിൾസ് ഇട്ടിട്ട് തേങ്ങാപ്പാലിന് 2 പാൽ ഒഴിച്ച് വേവിച്ചാൽ മതി. സവോള ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി വെജിറ്റബിൾസും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. 2 പാലാണ് ഒഴിക്കേണ്ടത്. ഈ 2 പാലിലാണ് പച്ചക്കറിയെല്ലാം വെജിറ്റബിൾസ് എല്ലാം കിടന്ന് വേകേണ്ടത് കേട്ടോ. അതിന് ശേഷം അത് നല്ലതായിട്ട് വെന്ത് തിക്കായിട്ട് വരുമ്പോഴാണ് നമ്മൾ 1 പാൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് വേഗം കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പം അതിനൊപ്പം ഞാൻ ബീഫും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. ശകലം ഉള്ളായിരുന്നു, കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഈക്വൽ എടുത്താൽ മതി, വെജിറ്റബിൾസും ബീഫും എല്ലാം. അപ്പോൾ അങ്ങനെ ഇത് ഒന്നിച്ച് വെച്ചിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ. ഞാൻ വെജിറ്റബിൾസിനും ബീഫ് കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്. ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടാണ് വേവിച്ചത്. പക്ഷേ ഇതിന് ആവശ്യമുള്ള ഉപ്പ്, ആ വെജിറ്റബിൾസ് വേകാനുള്ള ഉപ്പ് ഒന്ന് ആഡ് ചെയ്യണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം.
വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചിട്ടാണ് പിന്നീടാണ് ഒന്നാം പാൽ ഫുള്ളായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് വെന്ത് ഉടച്ച് കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് കുരുമുളക് പൊടി മാത്രമാണ്, കുരുമുളക് പൊടി പച്ചമുളക് മാത്രമേ ഉള്ളൂ നമ്മൾ എരിവിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കാരണം അത് കഴിഞ്ഞ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലതായിട്ട് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അത് കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേന് നല്ല തിക്കായിട്ട് വരുന്നതായിരിക്കും ആ ഗ്രേവി. ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. കണ്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ച് തിക്കായിട്ട് വന്നു. ഇനി നമുക്കത് ബ്രെഡിലോട്ട് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. ഇത് ചൂടാ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അത് ഇപ്പോൾ ബ്രെഡാണെങ്കിൽ സോഫ്റ്റ് ബ്രെഡ് എടുത്തിട്ട് ഈ ഗ്രേവി മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ആ ഗ്രേവി മാത്രം മതി, വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. കുറേ നേരം തേങ്ങാപ്പാൽ കിടന്ന് വെന്തതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ റെസിപ്പി, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒരു ഈവനിങ് സ്നാക്സൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊണ്ട് കൊടുത്തു നോക്കാവേ. അപ്പോൾ ഞാനിതുകൊണ്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് വരാമേ. അവർ കമ്പ്യൂട്ടർ കൊണ്ടിരിക്കുവാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ഒത്തിരി. കാരണം അധികം എരിവില്ലാത്തതുകൊണ്ട്, പിന്നെ ഒരു ബ്രെഡിൻ്റെ മധുരമൊക്കെ കയറി വരുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഞാനതൊരു സ്പൈസി ആയിട്ടുള്ള സാധനമാണ് എനിക്ക് ബീഫൊക്കെ കഴിക്കാൻ ഇഷ്ടം. പക്ഷേ ഇത് നല്ലൊരു കോംബോ ആണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെടും. അവർക്ക് ഈവനിങ്ങിലൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ട്രൈ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.